നീ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്തോത്രത്തോടുകൂടെ ദൈവസന്നിധിയിൽ ചില വിഷയങ്ങളെ നീ ഏൽപ്പിക്കുവാൻ തയ്യാറായാൽ, ഈ ദൈവത്തെ ഭയപ്പെടുവാൻ തയ്യാറായാൽ, ഈ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുവാൻ തയ്യാറായാൽ, അതാ യഹോവ ഈരെ, നിന്നെ കരുതുന്ന ദൈവത്തിന്റെ കരം നിന്റെ മുൻപിൽ വെളിപ്പെടുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവപൈതലാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ കരുതുന്ന ദൈവമാണ്. നിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവം വെളിപ്പെട്ട് നിൽക്കുന്നത് യഹോവ ഈരയായിട്ടാണ്. അവൻ കരുതുന്ന ദൈവമാണ്. നാളെയുടെ നിന്റെ സാമ്പത്തിക മേഖലകളെ കരുതുവാൻ, നാളെയുടെ ദിനങ്ങളിൽ നിന്നെ കരുതുവാൻ, നിന്റെ ആരോഗ്യത്തെ കരുതുവാൻ, നിന്റെ സമ്പത്തിനെ കരുതുവാൻ, എല്ലാം കരുതുവാൻ മതിയായ ഒരു ദൈവ സാന്നിധ്യമാണ് യഹോവ ഈര എന്ന് പറയുന്നത്. അത് വിശ്വസിക്കുന്ന ദൈവപൈതലാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവന്റെ കരങ്ങളിൽ നീ ഭദ്രമാണെന്ന് പറഞ്ഞു വന്നത്. ഇന്ന് പകൽക്കാലം നീ അവനെ വിശ്വസിക്കുന്നുവെങ്കിൽ, നീ അവനെ ഭയപ്പെടുന്നുവെങ്കിൽ, ആ ദൈവം നിന്നെ കരുതുവാൻ മതിയായ ദൈവമാണെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുത്തുകൊണ്ട്, അത് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവപൈതലായി ഞാൻ